ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കുടുംബശ്രീ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടോ? നീ കണ്ടിട്ടില്ല? നമുക്ക് നമ്മുടെ ഈ ഓട്ടോശ്രീയെ കുടുംബശ്രീ ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് പൂജിച്ചിട്ട് വരാം. ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. എത്ര കാലം വേണമെങ്കിലും. കാരണം എനിക്ക് തന്നെ വേണം. ദേവി ഇതെന്നെ മനസ്സിലാക്കണം. എന്റെ ബാപ്പച്ചിയെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ വീട് വിട്ട് ഇറങ്ങി വരില്ല. മറ്റൊരു വിവാഹം വന്നാ അതെന്റെ മയ്യത്തിൽ അവസാനിക്കൂ. ശാരദാമ്മേ, നേരം വെളുത്തോ? ശാരദാമ്മേ, ശാരദാമ്മേ, വിളിച്ചാലും വിളിയേക്കില്ല. ശാരദാമ്മേ, ആഹാ, ശാരദാമ്മേ, ചായ. ആ നേരത്തെ എഴുന്നേറ്റോ? പോയി വായും മുഖമൊക്കെ കഴുകിയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. ആദ്യം ചായ താന്നേ. സത്യക്കുട്ടി ഭയങ്കര മടിച്ചായിട്ട് വരിക. നേരത്തെ പല്ല് തേക്കാതെ ജലപാനം ചെയ്യാത്ത കൊച്ചായിരുന്നു. ആ, ഇനി അതൊരു കുഴപ്പാക്കണ്ട. ഞാൻ മോൻ കഴുകിയിട്ട് വരാം. ശാമാന്റിയും ശാരദാമ്മേ. ഓ ആ, ഇപ്പൊ തീരും മോളെ, എന്നിട്ട് ചായ തരാം. അയ്യോ, അതല്ല, പുറത്ത് പപ്പി. പപ്പിയോ? ശ്യാമാന്റിയുണ്ട്. പപ്പി ശ്യാമയോ? മോള് വന്നേ. ശ്യാമേ, എടി ശ്യാമേ, ശ്യാമേ. മോളെ, എന്താ മോളെ ഇതൊക്കെ? നീ എപ്പോഴാ വന്നത്? നീ എന്തെന്നെ വിളിക്കാത്തെ? അമ്മ, മോളെ, എടി എടി എന്താന്ന് പറയേ? അമ്മ, എനിക്ക് വയ്യ. എനിക്ക് ജീവിതം മടുത്തു. എനിക്കിനി സഹിക്കാനൊന്നും വയ്യ. ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചു. എടി കരയാതെ, വെറുതെ നീ കുഞ്ഞിനെ കൂടെ സങ്കടപ്പെടുത്തല്ലേ. കരയാതെ, അകത്ത് ഇരുന്നിട്ടാവും സംസാരമൊക്കെ. നടക്ക്, വാ മോളെ.
പേരെങ്ങനെയുണ്ടാ? ആശാനെ പേര് കലക്കി, നല്ല ഐശ്വര്യമുള്ള പേര്. എന്തുകൊണ്ട് ഇതൊരു പുതിയ തുടക്കമാവും ആശാന്? ആവണം. കളക്ടറുടെ ജാമ്യത്തിലെടുത്തിരിക്കുന്നെങ്കിലേ മാസം മാസം ഞാൻ തന്നെ ലോൺ അടയ്ക്കണ്ടേ? അതിനുള്ള വകയൊക്കെ കിട്ടും ആശാനെ. സാധാരണക്കാരന്റെ വാഹനം ഓട്ടോ. നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളതും സാധാരണക്കാരല്ലേ. അവരാശാനെ കൈവിടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആ ആയിക്കോട്ടെ. ആ ഡേയ്, നീ ആ മറ്റേ സ്റ്റാൻഡിലെ കാര്യമൊക്കെ സംസാരിച്ചിട്ടില്ലേ? ആശാന്റെ ഈ ഓട്ടോ ഒന്ന് ചെന്നെത്തുവാൻ കാത്തിരിക്കും ഓട്ടോ സ്റ്റാൻഡിലുള്ളവരെ. ലോറി താവളത്തിലെ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കയറ്റി വെച്ചിരിക്കുന്നത് കൊണ്ടേ ആശാനെ പിടിച്ചവർ ഓട്ടോ സ്റ്റാൻഡിന്റെ നേതാവാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ അടിക്ക് പഞ്ഞൊന്നും ഉണ്ടാവില്ലെന്ന് സാരം. ആ ഡേയ്, പിന്നെ ഭാര്യ കളക്ടറാന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറയണായിരുന്നു ആശാനെ? ഒരൊറ്റ പറയണ്ട കേട്ടാ. എടാ ഓട്ടോ ആണ്, പലരും കേറുന്നതാ. പറഞ്ഞു പറഞ്ഞ അതൊരു സംസാര വിഷയമായി. പിന്നെ അത് ശാലിനി അറിഞ്ഞ എടാ സ്വാഭാവികമായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പുറത്ത് പറഞ്ഞില്ലെങ്കിലും അത് മനസ്സിലുണ്ടാവും. ഞാൻ കാരണം ഇനി അങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കണോ? എന്തായാലും ആശാന്റെ ഇഷ്ടം. ഒന്ന് മാറിക്കേ. ഉമ്മ. 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 അപ്പൊ പുതിയ ഓട്ടോയിൽ എങ്ങോട്ടാ യാത്ര? യാത്ര ഒരു കുടുംബശ്രീ ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടോ? നീ കണ്ടിട്ടില്ല? നമുക്ക് നമ്മുടെ ഈ ഓട്ടോശ്രീയെ കുടുംബശ്രീ ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് പൂജിച്ചിട്ട് വരാം. നീ കേറ്. കൊട്ടാ. പോടാ. പൂവാശാനെ. പപ്പി, ആ സ്റ്റെപ്പ് ഇങ്ങനെ ആക്കിയാ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. സത്യക്ക് അറിയാവുന്ന രീതിയിൽ കളിച്ച ഞാൻ അത് ഫോളോ ചെയ്തോളാം. ആ അതെ, കളിക്കുന്നതൊക്കെ കൊള്ളാം. ഒന്നാം സ്ഥാനവും കൊണ്ട് ഇങ്ങോട്ട് വരാവൂ. അത് പിന്നെ ഉറപ്പല്ലേ ശാരദാമ്മേ? ഓ